ഹലോ എവരിവൺ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ഒരു ലോകത്താണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ പ്രായഭേദമന്യേ നമുക്ക് ഈ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. കൊച്ചു കുട്ടികളെ എടുത്താൽ പോലും പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു കാര്യം ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യാനോ അവർക്ക് കഴിയാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഉപയോഗം കൊണ്ടും നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഒക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠന മേഖലകളാകാം അല്ല വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഈ പ്രശ്നത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് ഒരു മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷനാണ് ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ. ഒരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അല്ലെ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന മെഡിറ്റേഷനാണ് ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് ആകാം, ഒരു സെൻസേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു തോട്ട്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ലെ നമ്മുടെ അറ്റൻഷനെ മുഴുവൻ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന അല്ലെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെഡിറ്റേഷനാണ് ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു മെഡിറ്റേഷൻ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ അറ്റൻഷന് ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാന്, മെമ്മറി പവർ ഇംപ്രൂവ് ചെയ്യാന്, സെൽഫ് അവയർനെസ് കൂട്ടാനൊക്കെ നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും. ഒരുതരം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് തന്നെയാണ് നമ്മൾ ഈ മെഡിറ്റേഷനിലും പ്രാക്ടീസ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഈ ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. ഒരു തുടക്കക്കാരൻ അല്ലെ തുടക്കക്കാരിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല മെഡിറ്റേഷനുകളിൽ ഒന്ന് തന്നെയാണ് ഇത്. ഇനിയും ഇതൊരു പ്രാക്ടീസ് ആക്കി നമ്മൾ മാറ്റണമെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏതൊരു മെഡിറ്റേഷനും എല്ലാവർക്കും സ്യൂട്ടബിൾ ആകണമെന്നില്ല. പലതരത്തിലുള്ള മെഡിറ്റേഷനുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മെഡിറ്റേഷനുകൾ ചില വ്യക്തികൾക്ക് സ്യൂട്ടബിൾ ആകുമ്പോൾ മറ്റു ചിലർക്ക് അത് അത്ര എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അതിന്റെ ഒരു ഫീഡ്ബാക്ക് സ്വയം നോക്കുക. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടോ, എന്റെ മനസ്സ് ശാന്തമാകുന്നുണ്ടോ, എന്റെ സ്ട്രെസ് കുറയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് നമുക്ക് അല്ലെങ്കിൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ആ മെഡിറ്റേഷൻ മാറ്റി പുതിയ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസിലേക്ക് കടക്കാം. ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം നമുക്ക് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഒരു എൻവയോൺമെന്റ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഒച്ചയും ബഹളവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തിരുന്നാൽ നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വലിയ ശല്യങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലം ഈ മെഡിറ്റേഷന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുക. ഫോക്കസ് അറ്റൻഷൻ മെഡിറ്റേഷന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റൂം എൻവയോൺമെന്റ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. കാരണം നമ്മളൊരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് പുറമേ നിന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഒരേ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള റൂം സെറ്റപ്പ് തന്നെയായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി അതിനുശേഷം നമ്മൾ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക എന്നുള്ളതാണ്. ചെയറിൽ ഇരുന്ന് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെയും നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. നമ്മളുടെ മൈൻഡിനെ നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു അല്പസമയം വെറുതെ ഇരിക്കുക. ശാന്തമായിട്ട് വെറുതെ കണ്ണുകൾ നമ്മൾ തുറന്നു തന്നെ ഇരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ശാന്തമായിട്ട് നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കുക. ഈ മെഡിറ്റേഷൻ എന്നുള്ള ഒരു പ്രാക്ടീസിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഡീപ് ബ്രെത്ത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം മനസ്സിനെ ശാന്തമാക്കാനായിട്ടും ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ എന്ന നിലയിലും നമുക്ക് ഡീപ് ബ്രീതിങ് മെഡിറ്റേഷനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഡീപ് ബ്രീത്ത് 2 or 3 എടുത്ത് ശ്വസനത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനെയും പുറത്തേക്ക് വിടുന്നതിനും ഒക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല ശ്വാസം ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് എൻ്റെ സ്ട്രെസ്സും ടെൻഷനും നെഗറ്റീവും നിറഞ്ഞ ശ്വാസമൊക്കെ പുറത്തേക്ക് പോകുന്നതും ഒക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് മാറുന്നത്. ഇനി ഫോക്കസ്ഡ് അറ്റൻഷൻ എന്ന് പറയുന്ന മെഡിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. അതിന് എന്ത് സാധനം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യണം. ഇനി ശ്വസനത്തിൽ തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ബ്രെത്തിൽ ഫോക്കസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യത്തെ നമ്മുടെ ആ ഒരു ബിഗിനിങ് സ്റ്റേജ് കഴിഞ്ഞാൽ ആ ശ്വസനത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് കുറച്ച് സമയം നമുക്ക് ഒരു 5 minute എങ്കിലും കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയാൽ മതി. ഇനി അതല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വെക്കുക.
അത് നമുക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു കത്തുന്ന മെഴുകുതിരി വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മനസ്സിന് ശാന്തമാക്കുന്ന എന്തെങ്കിലും ഒരു പിക്ചർ ആണ് എങ്കിൽ നിങ്ങൾക്ക് അതിനെ ഫോക്കസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങളുടെ മനസ്സിന് ഒരു സൂത്തിങ് എഫക്ട് തരുന്ന ഒരു മ്യൂസിക് ആണ് എങ്കിൽ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏറ്റവും മനസ്സിന് ഇഷ്ടം തരുന്ന ഒരു കാര്യം നിങ്ങൾ ആദ്യമേ തന്നെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ചൂസ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത് നമ്മുടെ ഐ ലെവലിലായിരിക്കണം. നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ആ ഒരു നാളത്തിലേക്കാണ് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മെഴുകുതിരി നമ്മളുടെ വിഷനിൽ താഴേക്കോ മുകളിലേക്കോ ആയാൽ നമ്മുടെ കണ്ണിന് അത് ആയാസമാകും. നമുക്കൊരു ശാന്തതയിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ഐ ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഒരുപാട് ദൂരത്ത് വെക്കണ്ട, എന്നാലും ഒരുപാട് അടുത്തും നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിലുമല്ലാതെ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ആ കത്തുന്ന മെഴുകുതിരിയാണ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതെങ്കിൽ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ദീർഘമായ ശ്വാസം എടുത്ത് മെഡിറ്റേഷന് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്തു. ഒബ്ജക്റ്റിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ശാന്തമായിട്ട് നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ഇനി ശ്വസനത്തിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ കണ്ണുകൾ അടച്ചു തന്നെ ആയിരിക്കും ചെയ്യുന്നത് നമുക്ക് കൂടുതൽ എഫക്റ്റീവ്. അല്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂസിക്കിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും കണ്ണുകൾ അടച്ചു തന്നെ നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്യാം. ഒബ്ജക്റ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശാന്തമായി നമ്മുടെ കണ്ണുകൾ തുറക്കുകയാണ്. അതിനുശേഷം ആ കത്തിച്ചു വെച്ചിരിക്കുന്ന തിരിയില് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊടുക്കുകയാണ്. എപ്പോഴും കണ്ണുകൾ ഇട്ട് നമ്മൾ ഇങ്ങനെ അടയ്ക്കുക, അല്ല എങ്കിൽ കണ്ണുകള് നമ്മൾ ഒരുപാട് സ്റ്റെയർ ചെയ്ത് തുറിച്ചു നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്ന കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. വളരെ ശാന്തതയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം, വളരെ നമ്മുടെ ഗേസ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കണം. വളരെ സോഫ്റ്റ് ആയ രീതിയിൽ വേണം നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. കണ്ണുകൾ അടയ്ക്കാതിരുന്നാൽ അത് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, കാരണം കണ്ണ് നിറഞ്ഞൊഴുകും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ അതിൽ കൂടുതൽ അവെയർ ആവണ്ട, കാരണം കണ്ണുകൾ അടയ്ക്കാവോ അടയ്ക്കരുതോ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മളുടെ മെഡിറ്റേഷനിലുള്ള ശ്രദ്ധ കുറയും. അതിന് പകരം നമ്മൾ ആ കത്തുന്ന ആ തിരുനാളത്തിലേക്ക് നോക്കുക. അതിന്റെ ആ ഒരു മൂവ്മെന്റ്, ആ മെഴുകു തിരിയെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അവിടെ നമ്മൾ ജഡ്ജ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആണ്. പ്രസന്റിലായിരിക്കുക. കത്തുന്ന തിരി, അതിന്റെ ആ നാളം, അതിലേക്കൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് നോക്കി നിൽക്കുക. ഇങ്ങനെ നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു 5 മിനിറ്റ് എങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഈ 5 മിനിറ്റ് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ തോന്നും. കാരണം ഒരുപാട് തോട്ട്സ് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങും. ഇങ്ങനെ ഇരുന്നാൽ മതിയോ, ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഇനി എന്തൊക്കെ ജോലികളാണ്, നമുക്ക് ഒരുപാട് ചിന്തകൾ, അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും ഒരു ബഹളമോ ഒച്ചയോ കേട്ട് കഴിഞ്ഞാൽ അതെന്താണ്, ഇങ്ങനെയൊക്കെ ചിന്തകൾ വരും. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊന്നും നമ്മുടെ മെഡിറ്റേഷനെയോ അതിന്റെ പവറിനെയോ നശിപ്പിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളല്ല. പകരം ഒരല്പം ക്ഷമയോടുകൂടി തന്നെ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക്, നമ്മുടെ എന്തിലാണോ നമ്മൾ ശ്രദ്ധ കൊടുത്ത് അതിലേക്ക് തിരിച്ചു വരിക. അല്ലാതെ എനിക്ക് എന്താണോ, അല്ലെങ്കിൽ ഞാൻ എപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ ഇരുന്നാലും ഇങ്ങനെയാണ്, എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ, എപ്പോഴും ഒരുപാട് ചിന്തകൾ ഇങ്ങനെ എന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും, എപ്പോഴും നെഗറ്റീവ് മാത്രമാണ് എന്റെ ചിന്ത, ഇങ്ങനെ നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ അല്ലെ ഒരു ക്രിറ്റിസൈസ് ചെയ്യാനോ ആയിട്ടുള്ള ഒരു സമയമായിട്ട് ദയവ് ചെയ്ത് ഈ മെഡിറ്റേഷന്റെ സമയത്തെ മാറ്റാതിരിക്കുക. പകരം ആ ചിന്തകൾ മനസ്സിൽ വന്നോട്ടെ. ചിന്തകൾ വന്നു കഴിയുമ്പോൾ, ഇച്ചിരി കഴിയുമ്പോൾ ആ ഒരു തോട്ടിന് ഇത് കുറഞ്ഞു വരും. ആ ഒരു സമയം നിങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് എന്തിലാണോ ഫോക്കസ് ചെയ്ത് അതിലേക്ക് തന്നെ കൊണ്ടുവരിക. അങ്ങനെ ഒരു 5 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ബിഗിനർ ആണ് എങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് നമുക്ക് അതൊരു കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും, അല്ലെങ്കിൽ തോട്ട്സ് ഒക്കെ കുറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ടൈം 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒക്കെ ആയിട്ട് ഇൻക്രീസ് ചെയ്യാം. പക്ഷെ ഒരു തുടക്കം എന്ന നിലയിൽ ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ അങ്ങനെ ആയിരിക്കുക. അങ്ങനെ ആ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ ഒരു 5 മിനിറ്റ് വളരെ ശാന്തമായ രീതിയിൽ ജഡ്ജ്മെന്റ് ഒന്നുമില്ലാതെ വെറുതെ ഒന്ന് ഫോക്കസ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. പക്ഷെ നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒരുപാട് വലുതാണ് എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ എൻഡ് സ്റ്റേജിലേക്ക് വരികയാണ്. മെഡിറ്റേഷൻ എൻഡ് ചെയ്യാൻ വീണ്ടും നമ്മൾ ബിഗിനിങ്ങിൽ ചെയ്തതുപോലെ കണ്ണുകൾ ശാന്തമായിട്ട് അടച്ച് 1-2 ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്ത് അതിൽ ശ്രദ്ധിച്ചതിന് ശേഷം കണ്ണുകൾ തുറന്ന് നമ്മുടെ ആ എൻവയോൺമെന്റുമായിട്ട് ഒരു അവെയർ ആകാൻ ഒരു അല്പം സമയം നമുക്ക് തന്നെ നമ്മൾ അനുവദിക്കുക. അങ്ങനെ ശാന്തമായി ഇരുന്നതിന് ശേഷം നമുക്ക് എഴുന്നേക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഫീഡ്ബാക്ക്, എനിക്ക് എന്തെങ്കിലും മാറ്റം
ഒരു ദിവസം ഒന്നും ചെയ്തുകൊണ്ട് മാറ്റം സംഭവിക്കില്ല. കുറേ ദിവസം അടുപ്പിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടോ, എന്റെ സ്ട്രെസ് കുറവുണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ എനിക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിശകലനം ചെയ്യാം. ഇനി ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്ര എഫക്റ്റീവ്നെസ് തോന്നുന്നില്ല എങ്കിൽ ഒരു സൗണ്ടിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യും. ഇനി അതല്ല, ഏതെങ്കിലും ഒരു പോസിറ്റീവ് അഫർമേഷൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ആവർത്തിച്ച് പറഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി വേണമെങ്കിലും ഇതൊക്കെ ഈ ഒരു മെഡിറ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൂളിനെ നമുക്ക് വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ നമ്മളൊരു ഒബ്ജക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുകയാണ്. ആദ്യമേ നമുക്ക് ആകെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. കാരണം ഒരു സാധനത്തിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പക്ഷെ ഒരല്പം ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് നമ്മുടെ ലൈഫ് ചേഞ്ചിങ് അല്ലെ ലൈഫിനെ ട്രാൻസിഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചേഞ്ച് ആയിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഈ ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഓർക്കുക, തുടർച്ചയായി ഒരുപാട് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.